Today, in biology class, we can start with part 1, lesson 1. The name of the lesson is Protectors of Biosphere. ജീവ മണ്ഡലത്തിന്റെ സംരക്ഷകർ. A poster designed by Sangeet for a poster designing competition based on the message Save Earth from Global Warming is presented above. In your textbook, a poster is given. All of you look at the poster. The earth is given. One side of the earth is green and other side is darkened. Like that, one tree is given. One side is green and other side is dry. Let us unite to regain our green earth. What is the meaning of that? നമുക്ക് ഒറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം. What do you mean by global warming? ആഗോള താപനം എന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന വാക്കിന്റെ അർത്ഥം. Let us unite to regain our green earth. നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം. ആഗോള താപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക. സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. ഈ ആശയം നൽകുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. What do you mean by global warming? You have heard about global warming. നിങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ആഗോള താപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. What is global warming? എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? It is a dangerous phenomenon which leads to the rise in Earth's temperature. ഭൂമിയുടെ താപനില, എർത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താപനില അപകടകരമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപകടകരമായ പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എഴുതാം. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? എന്താണ് ആഗോളതാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിനൺ വിച്ച് ലീഡ്സ് ടു ദി റൈസ് ഇൻ എർത്ത് ടെമ്പറേച്ചർ. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് ആഗോള താപനം. എന്തുകൊണ്ടായിരിക്കാം ആഗോളതാപനം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കാം ആഗോളതാപനത്തിന്റെ കാരണം? വാട്ട് ഈസ് ദി മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്? എന്താണ് ആഗോളതാപനത്തിന്റെ കാരണം? The main reason for global warming is the increase in the level of carbon dioxide in the atmosphere. ഗ്ലോബൽ വാർമിങ്ങിന്റെ അല്ലെങ്കിൽ ആഗോള താപനത്തിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ, അതായത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് എഴുതാവുന്ന ചോദ്യമാണത്. വാട്ട് ഈസ് ദി മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്?
എന്താണ് ആഗോളതാപനത്തിന്റെ മുഖ്യ കാരണം? The main reason for global warming is the increase in the level of carbon dioxide in the atmosphere. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതാപനത്തിന്റെ മുഖ്യ കാരണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ആഗോളതാപനത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആഗോളതാപനം, അതായത് ഭൂമിയുടെ താപനില വർദ്ധിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമോ? ഹൗ ക്യാൻ യു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ഓർ ഹൗ ക്യാൻ യു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? ആഗോളതാപനം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാനാകും? പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. ആഗോളതാപനത്തെ ഒരു പരിധി വരെ തടയാൻ സസ്യങ്ങൾക്ക് സാധിക്കും. ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ, ആഗോളതാപനത്തെ തടയാൻ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? സസ്യങ്ങൾ നമുക്കറിയാം, അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. Plants can prepare their own food by the process called photosynthesis. During photosynthesis, they absorb carbon dioxide from the atmosphere and release oxygen. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യാനും ഓക്സിജനെ പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സസ്യങ്ങൾക്ക് കഴിയുന്നു. So during photosynthesis, as the plants absorb carbon dioxide, the amount of carbon dioxide in the atmosphere will be reduced. So plants can resist global warming to a certain extent. പ്രകാശ സംശ്ലേഷണം വഴിയായി സസ്യങ്ങൾക്ക് ഒരു പരിധി വരെ ആഗോളതാപനം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. Next, we are going to study and discuss illustration 1.1. Oxygen, carbon dioxide, balance in the atmosphere. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ചിത്രീകരണം 1.1. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് സന്തുലനത്തെ കുറിച്ചാണ്. We know all animals and plants, for respiration, they are depending on oxygen. Plants and animals absorb oxygen during respiration and they release carbon dioxide into the atmosphere. And plants, during photosynthesis, they utilize these carbon dioxide and they produce glucose. During respiration, all organisms are using oxygen. Plants also use oxygen during respiration. When plants use carbon dioxide, plants use carbon dioxide during photosynthesis. So during photosynthesis, plants absorb carbon dioxide from the atmosphere and they release oxygen. And they also produce glucose. ഈ ഭൂമിയിലുള്ള
എല്ലാ ജീവജാലങ്ങളും, സസ്യങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, എല്ലാവരും ശ്വസിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. എല്ലാ ജീവജാലങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. ശ്വസിക്കാനായി എല്ലാ ജീവജാലങ്ങളും ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. എല്ലാ ജീവജാലങ്ങളും പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. എന്നാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇനി സൂചകങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, why doesn't the level of oxygen in the atmosphere decrease? അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയാത്തത് എന്തുകൊണ്ട്? ഓക്സിജൻ എല്ലാ ജീവജാലങ്ങളും ശ്വസനത്തിനായി ഉപയോഗിച്ചാലും ഓക്സിജന്റെ അളവ് കുറയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് plants absorb carbon dioxide and they release oxygen. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുകയും ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. സെക്കൻഡ് ഇൻഡിക്കേറ്റർ, why doesn't the level of carbon dioxide in the atmosphere increase? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാത്തത് എന്തുകൊണ്ട്? ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് plants absorb carbon dioxide and release oxygen. മൂന്നാമത്തെ സൂചകം, which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നത്? ഉത്തരം ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. Have you now understood how plants control global warming? ആഗോളതാപനത്തെ സസ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. പ്ലാന്റ്സ് അബ്സോർബ് carbon dioxide and release oxygen during photosynthesis. This is how plants control global warming. What are the factors plants need for photosynthesis? Or list out the factors that are required for photosynthesis. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഏതൊക്കെയാണ് വരിക? സൺലൈറ്റ്, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ജലം,
ക്ലോറോഫിൽ, ഹരിതകം. മുൻപ് പഠിച്ചിട്ടുണ്ട്. സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇലകൾക്ക് പച്ചനിറം നൽകുന്ന പിഗ്മെന്റ്, വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ, ഹരിതകം. ദെൻ മിനറൽസ് ആൻഡ് സോൾട്സ്, ധാതു ലവണങ്ങൾ. Where do plants acquire these factors from? ഈ ഘടകങ്ങൾ എവിടെ നിന്നാണ് സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്? We all know plants get water and minerals and salts from the soil. നമുക്കറിയാം, ധാതു ലവണങ്ങളും ജലവും സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. They absorb these factors from the soil through root. സസ്യങ്ങൾ ഈ ഘടകങ്ങൾ മണ്ണിൽ നിന്ന് വേര് വഴി വലിച്ചെടുക്കുന്നു. Plants get sunlight and carbon dioxide from the atmosphere. അന്തരീക്ഷത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും സസ്യങ്ങൾക്ക് ലഭിക്കുന്നു. ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ക്ലോറോഫിൽ ഫ്രം ദ ലീവ്സ്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഹരിതകം ഇലകളിൽ നിന്നും ലഭിക്കുന്നു.